ഇന്ന് മലയാള മാസം കർക്കിടകം 1 രാമായണ മാസാരംഭമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു പുണ്യനാളുകളിൽ ഭഗവാൻ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റഡ് എന്നുള്ള എനർജിയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണം നമ്മൾക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലെസ്സിങ്ങിനകത്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല ആ ഒരു സംരക്ഷണം മൂലം എത്ര കാര്യങ്ങൾ, എത്ര നന്മകൾ നമ്മളിലേക്ക് വന്നു, അല്ലെങ്കിൽ എത്ര അപകടങ്ങൾ നമ്മളിൽ നിന്ന് വഴിമാറിപ്പോയി എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾക്ക് ദൈവാധീനമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വല്ലാതെ അലട്ടിയിരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുരോഗതി ഇല്ല എന്നൊക്കെ തോന്നിയ ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു റിസൾട്ട് ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം അതിന് കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള ഒരു മാറ്റം അതിനകത്തുണ്ടാവും എന്ന് തന്നെ ഭഗവാൻ നമ്മളോട് പറയുകയാണ്. അതുപോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശുദ്ധീകരണമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയം കൂടി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സും ശരീരവും നമ്മൾ അത്രയും ശുദ്ധമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുപോകേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് കൂടി നമുക്കത് മനസ്സിലാക്കാം. മാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ആരോടാണെങ്കിലും അതിന് ഒരു ക്ഷമാപണം പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഈശ്വരൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ശുദ്ധീകരണത്തിലൂടെ മുന്നിലേക്ക് വരിക എന്നുള്ളൊരു എനർജിയാണ് അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു എനർജീസും കൂടിയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ആ ഒരു നല്ല മനസ്സോടുകൂടി, ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.